ഹലോ, ഡ്രീംസ് ക്ലബിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. എല്ലാവരും ഇരിക്കണമെന്ന് അറിയിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്ന വത്സ മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹലോ, ഡ്രീംസ് ക്ലബിന്റെ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവുമാണ് ഈ വേദിയിൽ നടക്കുന്നത്. മുഴുവൻ ആളുകളെയും സദസ്സിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയ നോ ഡ്രീംസ് ക്ലബ്ബ് അംഗങ്ങളെ, നാട്ടുകാരെ, നോ ഡ്രീംസ് ക്ലബിൻ്റെ 8ാം വാർഷികവും പുതുവർഷാഘോഷവും ഈ സ്വപ്നവേദിയിൽ ആഘോഷിക്കുകയാണ്. ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീമതി ശ്രീജ സുരേന്ദ്രൻ അവർകളാണ്. നമ്മുടെ 8ാം വാർഷികവും പുതുവർഷാഘോഷവും ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകനും നമ്മുടെ ശ്രീ പലേരിയമ്പലം മഹാശിവക്ഷേത്രം സെക്രട്ടറിയും അതേപോലെ തന്നെ നമ്മുടെ ക്ലബിൻ്റെ മുതിർന്ന ഉപദേശക സമിതി അംഗവുമായ ബഹുമാനപ്പെട്ട വത്സ മാസ്റ്ററാണ്. മാഷെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി നമ്മുടെ അഞ്ചരക്കണ്ടി പഞ്ചായത്ത് മെമ്പർ 9ാം വാർഡ് മെമ്പർ എം മനീഷാണ്. അദ്ദേഹത്തിന് ചെറിയൊരു പരിപാടി പെട്ടെന്നുള്ളത് കൊണ്ട് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ മുതിർന്ന ഉപദേശക സമിതി അംഗം രഘു KPR, വൈസ് പ്രസിഡന്റും നമ്മുടെ നൃത്താധ്യാപികയുമായ ലയ രാകേഷ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യം, 3 വർഷം നമ്മളോടൊപ്പം വത്സ മാഷ് ഉണ്ടായിരുന്നു. മാഷെ ഇന്ന് ന്യൂ ഡ്രീംസ് ക്ലബ്ബ് പൊന്നാടി അണിയിച്ച് ആദരിക്കുകയാണ്. ആദരിക്കുന്നത് നമ്മുടെ മുതിർന്ന ഉപദേശക സമിതി അംഗം രഘുവേട്ടനും നമ്മുടെ പ്രസിഡന്റ് ശ്രീജേച്ചിയും കൂടിയാണ്. അതേപോലെ ഈ വർഷത്തെ USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 2 കുട്ടികൾ ഡ്രീംസ് ക്ലബിൻ്റെ കലാകാരികളാണ്. അവരെ ആദരിക്കുന്നു. ഋതിക ബാബു, അനോഖി എന്നീ കുട്ടികളാണ്. ഡ്രീംസ് ക്ലബിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ തുടക്കം കുറിച്ച ഈ ക്ലബ്ബ് 8ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. വളരെ സന്തോഷവും. അവർ ആണ് ഈ ക്ലബ്ബ് തുടക്കം കുറിച്ചത്. അവർ തന്നെ അത് നമ്മുടെ ക്ലബിന് പേരും വിളിച്ചു, ന്യൂ ഡ്രീംസ് ക്ലബ് എന്ന്.
അപ്പോൾ ഇതിനി സ്നേഹത്തോടെ നല്ല രീതിയിൽ 8ാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും ഇതേപോലെ സ്നേഹത്തോടെ ഇനിയും മുന്നോട്ട് ഇതിലും ഭംഗിയായി പോകണം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ നിരവധി തുടക്കം മുതൽ ഓണാഘോഷം, ശ്രീനാരായണ ഗുരു ജയന്തി, ഗാന്ധി ജയന്തി, അങ്ങനെ വനിതാ ദിനം, ശിശുദിനം, അങ്ങനെയെല്ലാം ആഘോഷിച്ചു വരുന്നു. പിന്നെ നമ്മുടെ തുടക്കം മുതൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷവും ആദരിക്കുന്നു. കൂടുതൽ ഒന്നും പറയാനില്ല. നമ്മളെ അറിയുന്ന 3 വർഷം നമ്മളെ കൂടെ മാഷുണ്ട്. മാഷ് മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ പറയും. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി ശ്രീജ സുരേന്ദ്രനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ന്യൂ ഡ്രീംസ് ക്ലബിൻ്റെ വാർഷികാഘോഷമാണ്. ന്യൂ ഡ്രീംസ് ക്ലബിൻ്റെ ന്യൂ ഇയർ ആഘോഷം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഘോഷിക്കുകയാണ്. നമ്മൾ 8ാം വർഷത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുവരെ എല്ലാവരും നല്ല രീതിയിൽ ഇത്രയും കാലം കൊണ്ടു നടന്നതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് കൊണ്ടു നടക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ പ്രാവശ്യം ഡാൻസൊക്കെ കുറച്ച് കുറഞ്ഞു പോയി. എന്നാൽ ഉള്ളത് വെച്ച് നല്ല പോലെ കൈകൊട്ടി പ്രോത്സാഹനം കൊടുക്കണമെന്ന് ഞാൻ ഒന്നുകൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കുട്ടികളൊക്കെ ചെറിയ മക്കളാണ്. അപ്പോൾ നമ്മളുടെ പ്രോത്സാഹനമാണ് കുട്ടികളുടെ വിജയം. അതുപോലെ നമ്മുടെ ഒരു ശക്തിയാണ് നമ്മുടെ വത്സൻ മാസ്റ്റർ. നമ്മുടെ ക്ലബിൻ്റെ നമുക്ക് ശക്തി തരുന്നതും നമുക്കെല്ലാ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നതുമായ വത്സൻ മാസ്റ്റർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇവിടെ ഇന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മനീഷ് എത്തിയില്ല. എന്നാലും നമ്മൾ ഉള്ളത് വെച്ച് നമ്മുടെ ആഘോഷം കൊണ്ടാടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത പ്രസംഗത്തിനായി വത്സൻ മാസ്റ്ററെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനാ ഗാനത്തിനായി വേദിയിലേക്ക് നമ്മുടെ ഡ്രീംസ് ക്ലബിൻ്റെ കുട്ടികളെ ക്ഷണിക്കുകയാണ്. ആൻവിയ രജിത്ത്, ഇനാര നിശാന്ത്, ശ്രീനന്ദാറിന്, ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതങ്ങൾ
ഡ്രീംസ് ക്ലബിൻ്റെ 8ാം വാർഷികവും പുതുവർഷാഘോഷവും സ്വപ്നവേദിയിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മാഷെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുകയാണ്. അതേപോലെ നമ്മുടെ മുതിർന്ന ഉപദേശക സമിതി അംഗം രഘു KPR, പ്രസിഡന്റ് ശ്രീജ സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ലയ രാകേഷ്. ഡ്രീംസ് ക്ലബിൻ്റെ 8ാം വാർഷികാഘോഷവും പുതുവർഷാഘോഷവും നമ്മുടെ സ്വപ്നവേദിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരും നിറഞ്ഞ കൈയടി. രാകേഷ് പനോളി ദീപം തെളിക്കുന്നതിനായി വേദിയിൽ എത്തിച്ചേരുക. നമ്മുടെ ജോയിന്റ് സെക്രട്ടറി വിജേഷ് ഡ്രീംസ് ക്ലബിൻ്റെ സ്വപ്നവേദിയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി വത്സരാജൻ മാസ്റ്ററെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി ശ്രീജ സുരേന്ദ്രൻ, നമ്മുടെ മുതിർന്ന അംഗം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ രവീന്ദ്രൻ രഘുത്തമൻ KP, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ സുനിൽ, മുതിർന്ന ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഡ്രീംസ് ക്ലബ് ഭാരവാഹികളെ, പിഞ്ചുകുട്ടികളെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് 2025 അവസാന നിമിഷമായ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനുള്ള ഈ മഹാഭാഗ്യം എനിക്ക് കൈവന്നത്. ഒരു മുതിർന്ന ഉപദേശക സമിതി അംഗമായിട്ട് 2-3 വർഷമായി നിങ്ങൾ എന്നെ മുന്നിൽ നയിക്കുന്നത്. ഞാനങ്ങ് കൂടാളിക്കാരൻ, ഒരു തരത്തിൽ പറഞ്ഞാൽ മാമ്പയിൽ അങ്ങോ എവിടെയോ ഉള്ള ഒരാൾ പലേരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് രഘുത്തമനും സുനിലും ബാക്കി എല്ലാവരും എന്നെ സ്വീകരിച്ചത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. 58 വർഷത്തിലധികം പരിചയമുണ്ട് നിങ്ങളുടെ കാരണവരായ രഘുത്തമനുമായിട്ട് എനിക്ക്. അത് ഇപ്പോൾ പറഞ്ഞ കുട്ടികളുടെ പ്രാർത്ഥന എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സ്കൂൾ വിട്ടെങ്കിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് അഞ്ചരക്കണ്ടി ഹൈസ്കൂളിൻ്റെ അടുക്ക എത്തും. AES എന്നുള്ള പ്രാർത്ഥന, അഞ്ചരക്കണ്ടി ഹൈസ്കൂളിൽ നിന്നുള്ള പ്രാർത്ഥന, അതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്പലത്തിലുള്ള ജോലികൾ ആരംഭിക്കാറുള്ളത്. ഇന്ന് കുട്ടികൾ പാടിയ ആ വരികളിൽ ഒരു വരി ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഉമ്മ പോലും അമൃതമാകണേ എന്ന്, അമ്മയെ ഓർത്തുകൊണ്ട്. നമുക്ക് ജന്മം നൽകിയ അമ്മയെ നാം എന്നും ഓർക്കണം. ആ പ്രാർത്ഥനയിലൂടെ
അവരത് സമൂഹത്തെ അറിയിക്കുകയാണ് ചെയ്തത്. ആ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥന ചൊല്ലിയ എൻ്റെ കുഞ്ഞുമക്കൾക്ക് വളരെ മനോഹരമായി അവതരിപ്പിച്ചു അവർ. പിന്നെ അമ്മ വളരെ ചെറുപ്പം മുതൽ പാലൂട്ടി വളർത്തി വലുതാക്കി അമ്മ നമ്മളെ ആ രണ്ടക്ഷരം, അമ്മയെന്നുള്ള രണ്ടക്ഷരം ജീവിതത്തിൽ നമുക്കൊരിക്കലും അത് മറക്കാൻ പറ്റുകയില്ല. ഞാനും അതേപോലെയാണ്. ഞാൻ എപ്പോഴും ഏത് സദസ്സിലെത്തിയാലും ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് ശരിക്കും വിദ്യാഭ്യാസം തന്നത് അമ്മയാണെന്ന് പറയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാനും രഘുത്തമനൊക്കെ ഒരു ഏവറേജായിട്ട് രംഗത്ത് വന്ന ആളാണ്. അപ്പോൾ കോളേജിലൊക്കെ എത്തിയപ്പോൾ പഠിക്കണം, പാസ്സാകണം, നല്ല മാർക്ക് വാങ്ങിക്കണം എന്നുള്ളൊരു മോഹം എനിക്കും ഉണ്ടായിരുന്നു. അതിന് അവസരം തന്നത് എൻ്റെ അയൽവക്കത്തുള്ള എനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ അയൽവക്കത്ത് അന്ന് താമസിച്ചിരുന്ന അഞ്ചരക്കണ്ടി ഹൈസ്കൂളിലെ കുഞ്ഞിക്കണ്ണ മാഷായിരുന്നു. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴും സമൂഹത്തിലുള്ള പല ആചാരങ്ങളുമായിട്ടും ഞാൻ ബന്ധപ്പെടാറുണ്ടായിരുന്നു. കല്യാണത്തിനായാലും വീട്ടിൽ കൂടുതലായാലും 3-4 ദിവസം അവിടെ പോയിട്ട് എന്തെങ്കിലും സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിർവഹണമായിട്ട് ഞാൻ കരുതാറുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും 10-12 മണി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കുഞ്ഞിക്കണ്ണൻ മാഷ് പഴയ അതൊരു വാടകയ്ക്ക് താമസിക്കുന്നത് പോലെ അവരെ വീടെടുക്കുന്ന സമയത്ത് എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്നതാണ്. പഴയ വീട്ടിൻ്റെ ചുമരിൽ ചിമ്മിണി വിളക്ക് കത്തിച്ച് അതിൻ്റെ പുക ആ ചുമരിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ വിളക്കും അതിന് ചുവട്ടിലായിട്ട് ഒരു ചാരു കസേരയിൽ ഇരുന്ന് പഠിക്കുന്ന കുഞ്ഞിക്കണ്ണൻ മാഷയുടെ ആ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഏകദേശം 1 മണിയായിട്ടും കുഞ്ഞിക്കണ്ണൻ മാഷ് തൻ്റെ പഠനം നിർത്തിയിട്ടില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് പഠിക്കുന്നു. BSc കഴിഞ്ഞു, നല്ല മാർക്ക് വാങ്ങിച്ചു. അന്ന് MBBSന് തിരഞ്ഞെടുക്കുക മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കുഞ്ഞിക്കണ്ണൻ മാഷ്ക്ക് 2 മാർക്ക് കുറഞ്ഞു പോയി MBBSൻ്റെ സെലക്ഷൻ. ആ ഒരു വ്യസനം, ആ ഒരു എന്താ പറയേണ്ട ദുഃഖം ഒരുപാട് കാലം കുഞ്ഞിക്കണ്ണൻ മാഷയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ആ 2 മാർക്കിൻ്റെ വില. എനിക്കൊരു ഡോക്ടറാകാൻ പറ്റുമായിരുന്നില്ലേ. അപ്പോൾ അത് എനിക്ക് ഒരു പ്രചോദനം നൽകുകയാണ്. പഠിക്കണമെങ്കിൽ, പാസ്സാകണമെങ്കിൽ 1 മണി വരെയൊക്കെ ഇരിക്കണം എന്നുള്ളത് എന്നെ അത് വല്ലാതെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഞാനും ഇരിക്കാൻ തുടങ്ങി. പലപ്പോഴും 1 മണിയും 2 മണിയാവുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ പറഞ്ഞല്ലോ അമ്മയുടെ കാര്യം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് പയ്യാമ്പലം. എൻ്റെ 2 അമ്മാവന്മാരും പയ്യാമ്പലത്തായിരുന്നു. പയ്യാമ്പലത്തിലുള്ള ഒരു യുവ ക്ലബ്ബ്, വ്യായാമ ക്ലബിലെ ഒരു മാസ്റ്ററും കൂടിയായിരുന്നു എൻ്റെ അമ്മാവൻ. ഇളമാഷ് എന്നാണ് എൻ്റെ അമ്മാവനെ വിളിക്കാറുള്ളത്. അമ്മാവൻ രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് ഈ ക്ലബിലേക്ക് പോകും. വ്യായാമം ചെയ്യുവാനും ഒരു മാഷായിട്ട് ഇവർക്കൊക്കെ കോച്ചിങ് നൽകുവാനും വേണ്ടി അമ്മാവൻ പോകാറുണ്ടായിരുന്നു. അമ്മാവൻ പോകുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ ചുണ്ടിന് ഒരു മുട്ടുമുട്ടും. വിളിക്കാറില്ല, ഒച്ചയാക്കാറില്ല, മുട്ടുമുട്ടിയിട്ട് അമ്മാവൻ അങ്ങ് പോകും. ആ മുട്ടുന്ന സമയത്ത് ഞാനങ്ങ് എഴുന്നേറ്റ് ഇരിക്കും. അത് 4 മണിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് 4 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് അമ്മാവൻ മുട്ടാതെ തന്നെ അമ്മാവൻ എഴുന്നേൽക്കുമ്പോഴേക്ക് ഞാൻ എഴുന്നേറ്റ് പായയിലിരിക്കും. അന്നൊക്കെ നിങ്ങൾക്കുള്ളതുപോലെ നല്ല ഫൈബർ ഫോമിൻ്റെ കിടക്കുകയൊന്നുമില്ല. അന്ന് പായയിലാണ് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങാറുള്ളത്. അങ്ങനെ പായയിൽ എഴുന്നേറ്റിരിക്കും. അമ്മാവൻ അത് നോക്കി പോവുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ട് പയ്യാമ്പലം വിട്ടു. ഇന്നും എനിക്ക് പയ്യാമ്പലം ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരെയും പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, എന്നെ ലാസ്റ്റ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പയ്യാമ്പലത്തേക്കായിരിക്കണമെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ, ലഘുത്വത്തിനുള്ളത് കൊണ്ടാണ് ഞാനിതെല്ലാം സംസാരിക്കുന്നത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. എന്നോട് സുനിൽകുമാർ പ്രത്യേകം പറഞ്ഞ് കുറച്ച് സംസാരിക്കണം. അതിനുള്ള തുക പോലും ഭഗവാനെ ഞാൻ എൻ്റെ അളമാരിയിൽ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പയ്യാമ്പലത്തേക്ക് എന്നെ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, അതിനുശേഷം അമ്മ വന്നു. ഭരണത്തിൽ അമ്മ വന്നപ്പോൾ അമ്മ എന്നെ 4 മണിക്ക് വിളിക്കാൻ തുടങ്ങി പഠിക്കാൻ വേണ്ടി. ആദ്യമൊക്കെ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു മനസ്സിൽ, അമ്മ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ എന്ന്. അപ്പോൾ അത് എനിക്കൊരു അനുഗ്രഹമായി മാറുകയാണ് ചെയ്തത്. 4 മണിക്ക് അന്ന് 1-2 പശുവൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ.
4 മണിക്ക് എഴുന്നേറ്റ് അമ്മ ചായ തരും. അതുമാത്രമല്ല, ഞാൻ എന്നും ഓർക്കുന്നത്, പണ്ടൊക്കെ നിലാവുള്ള രാത്രിയിൽ 4 മണിക്ക് മുമ്പെയൊക്കെ പണിക്കാർ കണ്ടത്തിൽ വന്നിട്ട് കൊത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കട്ട ഉടക്കുന്ന സ്ത്രീകളും പണിയെടുക്കുന്ന പുരുഷന്മാരും പുലർച്ചക്ക് വന്നിട്ട് പണിയെടുത്തു പോകുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. എന്നോട് പറയും, വാസുവേട്ടനും രാവുട്ടിയേട്ടനും ഇന്നില്ല, മരിച്ചു പോയെങ്കിലും വാസുവും രാവുട്ടിയുണ്ട് കണ്ടെത്തുന്ന പണിയെടുക്കുന്നു, അവർക്ക് നീ ചായ കൊണ്ടു കൊടുത്താട്ടെ. നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്ന വാസുവേട്ടനും രാവുട്ടിയേട്ടനും എൻ്റെ വീട്ടിൽ നിന്ന് 4 മണിക്ക് എഴുന്നേറ്റിട്ട് അമ്മ ചായ തന്ന് പറഞ്ഞേക്കാറുണ്ടായിരുന്നു എന്നെ വയലിലേക്ക്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു, ഇതെന്തിനാ നമ്മളൊക്കെ പണിയൊന്നും എടുക്കാറില്ലല്ലോ, പിന്നെ എന്തിനാ അവർക്ക് നമ്മൾ ചായ കൊടുക്കുന്നു. പക്ഷെ ഇന്നും അതെനിക്കൊരു പ്രചോദനമായി മാറുകയാണ് ചെയ്തത്. 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ പിഞ്ചു കുട്ടികളോട്, എൻ്റെ രക്ഷിതാക്കന്മാരോട് ഇനി എനിക്ക് നൽകാനുള്ള ഒരു ഉപദേശമാണ്. കുട്ടികളെ അതിരാവിലെ തന്നെ ഉണർത്താൻ വേണ്ടി പ്രേരിപ്പിക്കണം, പഠിക്കാൻ അതിന് അവസരം നൽകണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ ഒരിക്കലും അവർ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം എനിക്ക് ഭംഗിവാക്ക് പറയുന്നതല്ല, മട്ടന്നൂർ കോളേജിൽ നിന്ന് ക്ലാസ് വാങ്ങി പാസ്സായ ഒരേ ഒരു ആൺകുട്ടി അന്ന് ഞാനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഇന്നും നിധി പോലെ സൂക്ഷിക്കും. കാരണം ഞാൻ സമൂഹത്തിൽ ഒരുപാട് സാധാരണ രീതിയിൽ വളർന്ന ഒരാളാണ്. വിദ്യാഭ്യാസം എന്നത് ചാക്യാടിയിൽ ആർക്കും തന്നെ വളരെ പഠിക്കാൻ എല്ലാവരും പിന്നോട്ടായിരുന്നു. ഞാനും ഹരിമാഷും എപ്പോഴും പറയും, ഇവിടെ ചാക്യാടിയിൽ എല്ലാവരും ഉഷാറന്നെ, പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് നിങ്ങളുടെ മുന്നിലൊക്കെ ഒരു അധ്യാപകൻ എന്നുള്ള പേരിൽ നിൽക്കാൻ കാരണം ഈ പ്രാർത്ഥന ചൊല്ലിയ അമ്മയുടെ ഉപദേശമായിരുന്നു. അമ്മ തന്ന സഞ്ചി ഇപ്പോഴും എൻ്റെ കീശയിലുണ്ട്. ഞാൻ ശമ്പളക്കാരനായി മാറിയ ഉടനെ തന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും, ഭക്ഷണപരമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ പോകുമ്പോഴും ഒരു തുണിസഞ്ചി ഞാൻ കരുതും, ഇപ്പോഴും എൻ്റെ കീശയിൽ സഞ്ചിയുണ്ട്. ഇത്രയും പറഞ്ഞത് അമ്മയുടെ ആ പാരമ്പര്യത്തെപ്പറ്റി, ആ പ്രാർത്ഥനയെപ്പറ്റി ഉള്ള ഉള്ളടക്കം എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾ കരുതാറുള്ളൂ. പിന്നെ ഇന്നത്തെ വിദ്യാഭ്യാസം മുഴുവൻ അമ്മമാർ ഏറ്റെടുത്തതുപോലെയാണ് എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പണ്ടൊക്കെ ഹൈസ്കൂൾ ആദ്യമൊക്കെ PTA മീറ്റിംഗ് വിളിച്ചാൽ പേരിന് 2 or 3 സ്ത്രീകളുണ്ടാവും, ബാക്കി എല്ലാവരും പുരുഷന്മാരായിരുന്നു. കാലം മാറി, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകൾ വരാൻ തുടങ്ങി. സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. PTA മീറ്റിങ്ങിന് മുഴുവൻ പങ്കെടുക്കുന്നത് അമ്മമാരാണ്. വിദ്യാഭ്യാസം അവർ ഏറ്റെടുത്തതുപോലെയാണ്. ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായി. അമ്മമാർ ശ്രദ്ധിക്കുന്നതോടുകൂടി കുട്ടികൾക്ക് മാറ്റങ്ങളുണ്ടായി, സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് മാറ്റമുണ്ടായി, അവർക്ക് വിദ്യാഭ്യാസം നൽകുവാൻ തുടങ്ങി. ലോകത്തിൽ എവിടെ പോയിട്ട് ജോലി ചെയ്യുന്നതിനും ഇന്ന് നമ്മുടെ പെൺമക്കൾ തയ്യാറായി നിൽക്കുകയാണ്, ജോലി ചെയ്യുന്നതിനും പഠിക്കുന്നതിനും. ഞാൻ ചൈനയിൽ പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഉക്രൈൻ യുദ്ധം കണ്ട് MBBS കഴിഞ്ഞ ഒരു കുട്ടിയെ ഞങ്ങൾ വയോജനങ്ങൾ ആദരിച്ചിരുന്നു. ഇപ്പം MBBS കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് മാഷ വീട്ടിൽ വരണം. ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ വരണ്ട, അനഘ എന്നാണ് പേര്, ബന്ധുക്കളുണ്ടെങ്കിൽ കൂട്ടാളികൾ, ഞാൻ അമ്പലത്തിലുണ്ട്, നീ ഇങ്ങോട്ട് പോരുന്നു. ആ കുട്ടി രാവിലെ 9 മണിക്ക് അമ്പലത്തിലെത്തി. എന്നോട് പറഞ്ഞു, പ്രകാശേട്ടൻ പറഞ്ഞു, നിങ്ങൾ കുട്ടി കാത്തിട്ടൊരു കുട്ടി വന്നിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് കുട്ടിയല്ല, ഡോക്ടറാണ്. ഞാൻ അവിടെ വേണ്ടുന്ന ആചാരങ്ങളൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ പോകണമെന്നുള്ള എൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി വീട് കാണിച്ചിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതാ പാവാടിയും ബ്ലൗസും ഇട്ട MBBS ഡോക്ടർ ഇതാ. അവിടെ സാധാരണ ഒരു നാടൻ വസ്ത്രം ധാരണം ധരിച്ചിട്ട് ഒരു പാവാടിയും ബ്ലൗസും ഇട്ടിട്ടാണ് MBBS പാസ്സായ ഡോക്ടർ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. ഞാൻ അടുക്കളയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ മോള് MBBS പാസ്സായ പാവാടിയും ബ്ലൗസും ഇട്ട മോള്. അവിടെ നിന്ന് എൻ്റെ പെങ്ങളുണ്ടായിരുന്നു ആസ്പത്രിയിൽ, അവിടെയും പോയി തിരിച്ചു പോകുമ്പോൾ അവൾ പറഞ്ഞു, മാഷ് എൻ്റെ വീട്ടിലും വരണം. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലും പോയി തിരിച്ചു വന്നു. MBBS പാസ്സായ കുട്ടി. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞത്
ഇന്നത്തെ വിദ്യാഭ്യാസം മുഴുവൻ അമ്മമാരുടെ കയ്യിലാണ്. ഈ വളരുന്ന ന്യൂ ഡ്രീംസ് ക്ലബിലെ അംഗങ്ങളായ മക്കൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി ഒരുപാട് സഹകരിക്കണം. ഇന്നിപ്പോൾ USS കിട്ടിയ കുട്ടികളെ ആദരിക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഒരു പൊതു സമൂഹം, ഞങ്ങൾ വളർന്നു വന്ന ഒരു സമൂഹം അവരെ ആദരിക്കുക, അവർക്കൊരു സമ്മാനം കൊടുക്കുക എന്നുള്ള ജീവിതത്തിൽ ഒരിക്കലും അവരത് മറന്നു പോവില്ല, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്ക് കിട്ടിയ ഷീൽഡൊക്കെ അവരിങ്ങനെ അലമാരിയിൽ നിരത്തി വെക്കുന്നത് എനിക്ക് USS കിട്ടിയപ്പോൾ കിട്ടിയതാണ്, സമൂഹം അംഗീകരിക്കുന്നു. ഇപ്പോൾ വാർഡ് മെമ്പർ ഇല്ല, എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം വരാമെന്ന് ഏറ്റതായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പൊതു സദസ്സ് ഇതായിരിക്കുമല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അപ്പോൾ ന്യൂ ഡ്രീംസ് 8ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. 8 വർഷം ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ഞാൻ വന്നാൽ എപ്പോഴും ആ വീട്ടിലാണ് ഇരിക്കാറുള്ളത്. എന്നെ 2 കൈയും നീട്ടി ആ വീട്ടമ്മ സ്വീകരിക്കും, അവിടെ നിന്ന് ചായ കൊണ്ടുത്തരും. ഞാൻ ഓരോ നിമിഷവും അവരെ ശ്രദ്ധിക്കും, അത് പൂർണ്ണ മനസ്സോടുകൂടിയാണോ എന്നുള്ളത്. തികച്ചും സത്യമാണ്. പൂർണ്ണ മനസ്സോടുകൂടി ഒരു ഗ്ലാസ് ചായ എനിക്ക് തരും, കസേലയിട്ട് തരും. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായല്ലോ. രഘുത്തമനും സുനിൽകുമാറും മറ്റ് നമ്മുടെ പ്രസിഡന്റും ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വൻ വിജയമാണ്. നല്ലൊരു കൂട്ടായ്മ. ഒരിക്കലും ആരും ബുദ്ധിമുട്ടേണ്ടി വരില്ല. വിദ്യാഭ്യാസ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ന്യൂ ഡ്രീംസ് ക്ലബിലെ ആരും തന്നെ ഇനി അങ്ങോട്ട് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ രീതിയിൽ അങ്ങ് പോയേച്ചാൽ മതി. രാഷ്ട്രീയം വേണ്ട, മറ്റു വേണ്ട, വിദ്വേഷം വേണ്ട. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ പലരോടും ചോദിച്ചു, ഇതെങ്ങനെയാണ് ഒരു സാമ്പത്തികം കണ്ടെത്തുന്നത്? വലിയ പൈസ വേണ്ടേ ഇതിങ്ങനെ നടത്തിക്കൊണ്ടേണ്ടെങ്കിൽ? ഇപ്പോൾ വർഷങ്ങളായിട്ട് പലേരി അമ്പലത്തിൽ കുഞ്ഞുമക്കൾ ഡാൻസ് അവതരിപ്പിക്കുന്നു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കറിയാം, ഒരു കുട്ടിയെ സ്റ്റേജിൽ എത്തിക്കണ്ടെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ചെലവ്. പണ്ട് ടീച്ചർമാരെല്ലാം കുട്ടികളെ ഡാൻസിന് പറഞ്ഞേക്കുന്ന സമയത്ത് PF ലോൺ എടുത്തിട്ടാണ് ഡാൻസിന് പറഞ്ഞേക്കാറുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ ഇവർ കുറേ കാലമായി ഡാൻസ് പഠിപ്പിക്കുന്നു. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കിട്ടുന്ന ഒരു നല്ല വ്യായാമമാണ് ഡാൻസ്. അതുമാത്രമല്ല, മുതിർന്ന അംഗങ്ങളും ഡാൻസ് ചെയ്തു. എനിക്ക് വരാൻ പറ്റിയില്ല, ഞാനത് അറിഞ്ഞിരുന്നു. ഇവരുടെ ഡാൻസ് പരിപാടി ഉണ്ട് എന്നുള്ള കാര്യം. അത് ഏറ്റവും നന്നായിട്ടുണ്ട്. അതൊരു നല്ലൊരു കൂട്ടായ്മയും കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. അതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വേണ്ടുന്ന പ്രോത്സാഹനം അമ്മമാരും സമൂഹവും നൽകണം. അവർ വളരട്ടെ, ഉന്നതന്മാരായി മാറട്ടെ എന്നുള്ളൊരു ഉപദേശവും കൂടി ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നാണ് ഞാൻ പറയേണ്ടത്. ന്യൂ ഡ്രീംസ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ പലേരിക്കുളം, പലേരി അമ്പലം എന്നുള്ളതിൻ്റെ ഒരു ഭാഗവും കൂടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പലേരി അമ്പലത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ പിടിക്കേണ്ടി വരുമെന്നുള്ളത്. ഓഫീസിൻ്റെ താക്കോൽ അത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. ഞാൻ 10-20 വർഷമായിട്ട് അവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരു ഓഡിറ്ററായിട്ടാണ് ഞാനും എൻ്റെ PWD നിന്ന് പിരിഞ്ഞ ഒരു രവിയേട്ടനും രംഗത്ത് വന്നത്. ഒരുപാട് അമ്പലത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാവുന്ന 2 പേരാണ് ഞങ്ങൾ 2 പേരും. എന്തൊക്കെ കാര്യങ്ങൾ സാമ്പത്തികമായാലും മറ്റു തരത്തിലായാലും എന്തൊക്കെ നടക്കുന്നു എന്നുള്ള അറിയുന്നവരായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ ബാബു നമ്മെ വിട്ടുപിരിഞ്ഞത്. വെറും ബാബു എന്ന് പറഞ്ഞാൽ തിരിയില്ല, എല്ലാവർക്കും ലൊട്ട ബാബു അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ബാബുവിൻ്റെ വിയോഗം ഞങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അമ്പലത്തിന് എന്ത് വേണമെങ്കിലും സാമ്പത്തികം കണ്ടെത്തുവാനുള്ള കഴിവ്, നല്ലൊരു കഴിവ് ബാബുവിനുണ്ടായിരുന്നു. അതുപോലൊന്നും എനിക്ക് ഈ ജന്മത്തിൽ കഴിയില്ല. പക്ഷേ ബാബുവിൻ്റെ വിയോഗത്തിന് ശേഷം അമ്പല കമ്മിറ്റിക്കാർ എല്ലാവരും എൻ്റെ വീട്ടിൽ വരികയും ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുകയും ചെയ്തു. എല്ലാവരും വന്നിട്ട് പറയുമ്പോൾ എനിക്ക് അത് കഴിയില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അത് സ്വീകരിക്കുകയും അമ്പലത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ സുനിൽ പറഞ്ഞത് എന്നെ അംഗീകരിക്കാനുള്ള ഒരു കാരണവും അതുകൂടിയാണെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ അവിടെ എത്തി
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇന്നും എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് കാര്യത്തിൽ ഞാൻ കൃതാർത്ഥനാണ്. അവിടെ ആദ്യം എത്തിയപ്പോൾ അവിടെ ചെയ്തത്, അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. 12 മണി വരെ ഒപ്പിക്കണമല്ലോ, അതുകൊണ്ട് പറയുന്നത് കേട്ടോ. ആൽമരത്തിന് ഒരു വളച്ച് കെട്ട്, ഒരു കല്ല് കെട്ട് വേണമെന്ന് പറഞ്ഞ് എൻ്റെ സുധി എന്നോട് പറഞ്ഞു, നമുക്കത് കെട്ടിക്കല്ലണം. ഞാൻ പറഞ്ഞു, സിമെൻ്റ് എൻ്റെ വക, നിങ്ങൾ കെട്ടുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെയാണ് അത് അങ്ങനെയൊന്നും കെട്ടിക്കൂടാ, ആശാരി കുറ്റിയിടണം, അതിൻ്റെ കണക്കുകളുണ്ട്, പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിളപ്പം അത് മാറി, അതിന് പ്രയാസങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി കൺസിനടുക്കെ പോയി അത് കുറ്റിയിടാനുള്ള ദിവസം കണ്ടു, ആശാരിയെ കണ്ടു. വീട്ടിന് കുറ്റിയിടുന്നത് പോലെ സമീപത്തുള്ള എല്ലാവരോടും പോയി പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നപ്പോൾ ഒരു ആൽമരത്തിന് ഇത് കിട്ടുന്നതിന് എല്ലാവരെയും ക്ഷണിക്കേണ്ടത് എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എനിക്കിതുമായിട്ട് ഒരു പരിചയമില്ലല്ലോ. ഞാൻ എല്ലാ വീട്ടിന് കുറ്റിയിടുന്നത് പോലെ പോയി പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, എല്ലാവരും വരണം. അങ്ങനെ രാവിലെ ഞാൻ എത്തുമ്പോഴേക്ക് ഞങ്ങൾ പോയി ക്ഷണിച്ച എല്ലാ വീടുകളിലെയും ആൾക്കാർ അവിടെ സന്നിഹിതരായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതെന്തായാലും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ആൽമരത്തിന് ചുറ്റും തറ കെട്ടി, ഗോളത്തിന് തറ കെട്ടി 1.25 ലക്ഷം രൂപ അതിനായിട്ടുണ്ട്. കല്ല് മിഷൻ ഉപയോഗിച്ച് ചെത്തി മിനുസി പെയിൻ്റ് അടിച്ച് വാർണിഷ് ഇട്ട് ലെവലാക്കി വെച്ചു. ഈ 1.25 ഉറുപ്പിക പോലും അന്ന് ഈ കാര്യത്തിനായിട്ട് നീക്കി വെച്ചതായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ ഈ 1.25 ലക്ഷം ഉറുപ്പിക എവിടെ നിന്നായി എന്ന് എനിക്കറിയില്ല. അത് പരിപൂർണമായി വിജയിച്ചു. ബാബു നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ ഒരു സ്മാരകം പണിയണം എന്നുള്ള ആഗ്രഹം അമ്പല കമ്മിറ്റിക്കുണ്ടായി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഏതായാലും ഇന്നിപ്പം ഇവിടുന്ന് കുട്ടികൾ ഡാൻസ് ചെയ്യുന്നുണ്ട്, അതേപോലെ അവിടെ ഒരു തറ മാത്രമേ ഉള്ളൂ, പഴയ ഒരു മൺതറ. അവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ കാല് വേദന എടുത്തിട്ട് അമ്മമാരുടെ പോയി പറഞ്ഞിട്ട് അമ്മമാർ ഞങ്ങളുടെ വന്ന പരാതി പറഞ്ഞിരുന്നു, കുട്ടികൾക്ക് വിഷമമുണ്ട്, നല്ലൊരു സ്റ്റേജ് വേണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി, അമ്പല കമ്മിറ്റി എല്ലാവരും കൂടി തീരുമാനിച്ച് നല്ലൊരു സ്റ്റേജ് വേണം, അത് ബാബുവിൻ്റെ പേരിലാവാം, സ്മാരകമായിട്ടാകാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ രംഗത്തിറങ്ങി. ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ബാബു ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ ഒരു രാഷ്ട്രീയമൊന്നും അദ്ദേഹം ആരോടും കാണിക്കാറുണ്ടായിരുന്നില്ല. അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനും ചെയ്തു കൊടുത്ത ഒരാളായിരുന്നു ഡോക്ടർ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പലരും എന്നോട് പറഞ്ഞിരുന്നു, ഇതിനു മുമ്പ് എത്ര സെക്രട്ടറിമാരുണ്ടായിരുന്നു, എത്ര സെക്രട്ടറിമാർ ഇവിടെ നിന്ന് വിട പറഞ്ഞു, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി സ്മാരകം പണിതു എന്ന് ചോദിച്ചവർ നമ്മുടെ മാമ്പയിലും അഞ്ചരക്കണ്ടിയിലും ഉണ്ടായിരുന്നു. പിന്നെ അതെനിക്കൊക്കെ ഒരു വാശിയായി മാറി. ഇതെങ്ങനെയെങ്കിലും ഒരു സ്റ്റേജ് ഉണ്ടാക്കണം. ഞങ്ങൾ രംഗത്തിറങ്ങി. 1,80,000 രൂപ മാത്രമാണ് പൈസയായിട്ട് കിട്ടിയിരുന്നത്. ബാക്കിയൊക്കെ എല്ലാവരും സുനീനെ പോലെയുള്ള എല്ലാവരുടെയും സഹകരണം, രഘുത്തമനെ പോലെ, രഘുത്തമനിടയ്ക്കൊന്നും പോകേണ്ട, അവൻ അമ്പലത്തിൽ വന്നിട്ടാണ് സാമ്പത്തിക കാര്യങ്ങൾ ചെയ്തു പോതിരുന്നത്. ഇന്നലെ വരെ കാല് തൊട്ട് വന്നിക്കണം അതിൻ്റെയൊക്കെ ചെയ്തു വന്നിരുന്നത്. അങ്ങനെ മനോഹരമായ ഒരു സ്റ്റേജ്, ഏകദേശം 5 ലക്ഷത്തിന് ഉറുപ്പ്യക്ക് അടുത്ത് കൊണ്ട് ആ സ്റ്റേജായി, മനോഹരമായ സ്റ്റേജായി. ഇന്ന് നിങ്ങളുടെ കുട്ടികളൊക്കെ വന്ന് അവിടെ ഡാൻസ് നൃത്തം ചെയ്തു. അതിലേറ്റവും സന്തോഷിക്കുന്നയാൾ ഞാനാണ്. സ്റ്റേജ് ബാബുവിൻ്റെ വക, ഈ ബാബുവിൻ്റെ സ്മരണയ്ക്ക് ഞങ്ങൾ നിർമ്മിച്ചു, നാട്ടുകാർ നിർമ്മിച്ചു. അത് കഴിഞ്ഞ് അത് പിന്നെയാണ് പുനഃപ്രതിഷ്ഠ എന്നുള്ള കാര്യങ്ങൾ വന്നത്. അത് ചെറിയ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, ലക്ഷങ്ങൾ എന്തായാലും വേണ്ടി വരുമെന്നറിയാം. ഞങ്ങളിറങ്ങി, നാട്ടുകാർ സഹകരിച്ചു. ഏകദേശം 1.5 കോടി രൂപയുടെ ചെലവ് ഈ പുനഃപ്രതിഷ്ഠയും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങളും നടത്താൻ വേണ്ടി വന്നു. ഭംഗിയായി എല്ലാവരുടെയും ഭക്തജനങ്ങളുടെയും സഹകരണം കൊണ്ട് അതുണ്ടാക്കാൻ കഴിഞ്ഞു. ഇന്ന് അമ്പലത്തിൽ കയറി വരുമ്പോൾ പൂർണ്ണ മനസ്സമാധാനത്തോടു കൂടി നാട്ടിലുള്ള എല്ലാവർക്കും വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴൊരു ഊട്ടുപുരയും അടുക്കളയും നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും സഹകരണമുണ്ട്. അടുക്കള, ഒരു നല്ല അടുക്കള ഇല്ല എന്നുള്ള ഒരു പ്രയാസം അമ്പല കമ്മിറ്റിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു അടുക്കള നിർമ്മിച്ചു, അത് വാർത്ത് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഊട്ടുപുര ഉണ്ടായിരുന്നു, അത് ഷീറ്റൊക്കെ ഇട്ടത്. എല്ലാവരുടെയും നിർബന്ധപ്രകാരം അത് പൊളിച്ചിട്ട് നമ്മൾ വാർക്കാൻ തന്നെ തീരുമാനിച്ചു. പലയടിക്കുന്നുണ്ട്.
നാട്ടുകാരുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി എനിക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യമില്ല, എന്നാലും ഒരു പൊതു കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പലേരിക്കുളം, പലേരി അമ്പലം എന്ന് സെക്രട്ടറി സൂചിപ്പിച്ചതുകൊണ്ട് ഞാനിതെടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമായി നിങ്ങൾ നാട്ടുകാർ അതിനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഭക്തന്മാരുടെയും നാട്ടുകാരുടേതുമാണല്ലോ അമ്പലം. ഇന്നൊരു പൊതു രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. ഇന്നിപ്പോൾ ഭക്തിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സംഭവം ശബരിമലയിലെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്ക്. 14 വർഷം ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. എന്തിനാ പോയത് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അപ്പോൾ പ്രകാശനാചാര്യയും കമ്പനിയും ശബരിമലക്ക് പോകുന്ന ഒരു വർഷം ഞാൻ പറഞ്ഞു, ഒന്ന് എനിക്കും വരണം, അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ക്ഷണിച്ചാൽ മതിയെന്ന്. ഞാനങ്ങനെ ക്ഷണിച്ച് പോയി. അവർ അമ്പലത്തിൽ പോയി വന്നത് എനിക്ക് പറഞ്ഞു, നമ്മൾ ഇപ്പം തന്നെ ഈ വർഷം തന്നെ മാഷ കൂട്ടുന്നെന്ന് പറഞ്ഞു. അങ്ങനെ 14 വർഷം ഞാനും പോയിരുന്നു. 14ാമത്തെ വർഷം 12 മണിക്കൂർ ഞാൻ നടപ്പന്തലിൽ വന്നിട്ട് ഇന്ന് നിങ്ങളെ കാണാനുള്ള ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഞാൻ അന്ന് ചത്തുപോകുമായിരുന്നു, ശ്വാസം മുട്ടിയിട്ട് മരിച്ചു പോകുമായിരുന്നു. അന്ന് ഞാൻ അവിടുത്തെ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നതാണ്. ഞാനിനി ഇങ്ങോട്ട് വരില്ല, ഇത്രയധികം പാപങ്ങളൊന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല, ഇനി ഞാൻ ശബരിമലയിൽ വരികയില്ല എന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. ഇന്നിപ്പോൾ ശബരിമലയിൽ സംഭവിച്ചത് എന്താണ് ആലോചിച്ച് നോക്ക് നിങ്ങൾ. മാതൃഭൂമി പത്രം വായിച്ചവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ പത്രവും വായിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ മാതൃഭൂമിയും ദേശാഭിമാനി രണ്ടും ഉണ്ട്. നിർബന്ധത്തിന് വഴങ്ങി പത്രങ്ങളെല്ലാം വായിക്കാറുണ്ട്. ഞങ്ങൾ വീണ്ടും അമ്പലം വരുന്നു. അമ്പലത്തിൻ്റെ ചെമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടുന്ന് തൃശ്ശൂർ വരെ വില അന്വേഷിച്ച് പോയവരാണ് അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയായ ഞാനും. അങ്ങനെ വടക്കുന്നാൾ ക്ഷേത്രത്തിലെത്തി, അവിടെ തൊഴുതു. അതിൻ്റെ അടുത്ത് തന്നെയാണ് പാറമേക്കാവ്. അവിടെ പോയി. അന്ന് അവിടെ പാറമേക്കാവിൽ കൊടിമരം സ്വർണം പൂശുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു. സമ്മതത്തോടുകൂടി ഞങ്ങൾ ആ ചടങ്ങ് കാണാൻ വേണ്ടി പോയി. സ്വർണം പൂശുക എളുപ്പമാണ് വഴി, ആ ചടങ്ങ് സ്വർണം പൂശുക എന്നുള്ളത്. ഞങ്ങളത് കണ്ട് തിരിച്ചു വന്നവരാണ്. സ്വർണം പൂശാൻ ഇത് പൊരിച്ചു കെട്ടിയിട്ട് തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലൊന്നും കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ന് അതിനുള്ള എന്താ ആധുനിക സജ്ജീകരണങ്ങളും സയൻസ് ശാസ്ത്രവും പുരോഗമിച്ച ഈ കാലത്ത് അത് ശബരിമലയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളൊരു സത്യം സമൂഹത്തിൽ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഈ പേര് ദോഷം വരുത്തിയത് എന്നുള്ള ആലോചിച്ചു. എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളും ജനങ്ങളും പിന്നെ പത്രത്തിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ വേണ്ടി തിടുക്കം കൂട്ടിയിട്ട് മനസ്സ് അവിടെ എത്തി പ്രാർത്ഥിച്ച് കരഞ്ഞു നിൽക്കുന്ന ഭക്തന്മാരെ കാണുമ്പോൾ ഈ മനുഷ്യർ ചിരിക്കുകയല്ലേ ചെയ്യുക എന്ന് മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ചു. അതല്ലേ സത്യം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. രാഷ്ട്രീയപരമായ ഒരു കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. എന്തിനായിരുന്നു അത് എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറ്. വേണ്ടായിരുന്നു എന്ന്. എന്തോ ആവട്ടെ, അത് സമൂഹത്തിൽ നടക്കുന്ന കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. നേരത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് കഴിഞ്ഞ 14-ാം തീയതി ഉണ്ടായിരുന്ന പത്രം, മാതൃഭൂമി പത്രം വായിച്ചവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിയിട്ട് ആരെങ്കിലും ഉണ്ടോ? 14-ാം തീയതി ഞായറാഴ്ചത്തെ മാതൃഭൂമി പത്രം വായിച്ച് ആരുമില്ല അല്ലേ? മാതൃഭൂമി പത്രത്തിൽ IAS ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരാന്ത പതിപ്പ് ഉണ്ടായിരുന്നു. വാരാന്ത പതിപ്പിലുള്ള ആ മനോഹരമായ ഫോട്ടോ, IAS-കാരൻ്റെ ഫോട്ടോ കൂടാളി ഹൈസ്കൂളിൽ പഠിച്ച ഷക്കീൽ അഹമ്മദിൻ്റെതായിരുന്നു. ഡോക്ടർ ഷക്കീൽ അഹമ്മദ്. ഒരു വലിയ ലേഖനം മാതൃഭൂമി പത്രം നിറയെ വാരാന്ത പതിപ്പ്. ഷക്കീൽ അഹമ്മദ് കൂടാളി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഏവറേജ് സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നു. അവൻ ശാസ്ത്രീയ വിഷയങ്ങളിൽ നന്നായി പഠിക്കുമായിരുന്നു. മണിമാഷുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പഠിച്ചു, ഡോക്ടറായിട്ട് പിന്നീടും മോഹമായി ഒരു IAS-കാരനാകണമെന്ന്. അതിന് ഒരു IAS-കാരൻ്റെ കല്യാണ ദിവസം പോയിട്ട് ആ സദസ്സെന്ന് അദ്ദേഹം പോയിട്ട് പറഞ്ഞു, എനിക്കൊരു IAS-കാരനാവണം, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി തരണമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇത് കല്യാണം നടക്കുന്നതല്ലേ, അത് കഴിഞ്ഞിട്ടാവാമെന്ന്. അപ്പോൾ എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞു. ഞാൻ എപ്പോൾ വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് ആകുമെന്ന് പറഞ്ഞു. ഷക്കീൽ അഹമ്മദ് നാളെ രാവിലെ 8 മണിയാവാൻ കാത്തു. പിറ്റേന്ന് രാവിലെ അവിടെ പോയി പറഞ്ഞു,
വേണുവേട്ടൻ എന്നാ പറഞ്ഞത്. ഡോക്ടറുടെ പേര്, IAS പേര്, കേരളത്തിലെ പിന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളായിരുന്നു വേണുവേട്ടൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞ ആളല്ല, നീ രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇല്ല, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് സമയം പാലിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ആ മനുഷ്യനെ, വേണുവേട്ടനെ ഗുരുവായി സ്വീകരിക്കുകയും അന്ന് അവിടെ നിന്ന് ഒരു പുസ്തകം എടുത്തു കൊടുക്കുകയും പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ഷക്കീൽ അഹമ്മദിനെ IAS മാറ്റുകയും ചെയ്തു. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണുവേട്ടൻ പലതവണ ഈ IAS കൂടാളി ഹൈസ്കൂളിൽ വന്നു. ഇപ്പം മേഘാലയ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് കൂടാളി ഹൈസ്കൂളിൽ പഠിച്ച ഷക്കീൽ അഹമ്മദ്. ഇവിടെ കണ്ണൂരിൽ ചെറിയ വീട്ടിൽ ആടുകളെയൊക്കെ വളർത്തുന്ന, തെരുവിൽ വളർന്ന IAS ഷക്കീൽ അഹമ്മദ്. അവൻ്റെ വീട്ടിൽ വരുന്ന മാഷ് വരുമ്പോൾ പറയണം, എൻ്റെ വീട്ടിൽ ആടിന് ജനലിനോടാണ് കെട്ടൽ എന്ന് തുറന്നു പറഞ്ഞ IAS ഷക്കീൽ അഹമ്മദ്. അപ്പോൾ കുട്ടികളോടാണ്, ശ്രമിച്ചാൽ ആർക്കും നേടാൻ പറ്റുന്നതാണ് ഇതൊക്കെ എന്ന് തെളിയിച്ച മേഘാലയ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. അന്ന് മാതൃഭൂമിയിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കറിയാം, ഞാൻ മറന്നുപോയതാണ്, ക്ഷമിക്കണം. ഷക്കീൽ അഹമ്മദിനെ അറിയാതെ ആളുണ്ടാവില്ല. ഇന്ന് മേഘാലയ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് അവിടെ വിരാജിക്കുന്നു. കാല് തൊട്ട് വന്നിക്കണം അവനെയൊക്കെ. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ. മറ്റൊരു കാര്യം കൂടി അന്നത്തെ പത്രത്തിലുണ്ടായിരുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് എല്ലാവിടെയും ചർച്ചാ വിഷയമായ ഗാസയിലെ കുട്ടികൾ. എത്ര കാല യുദ്ധം അനുഭവിച്ച് നരകിച്ചവരാണ് ഈ ഗാസയിലെ ജനങ്ങൾ. കേരളത്തിലെ ഭാഗ്യവാന്മാരായ ഞങ്ങൾ ഇതിനൊക്കെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ട് പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എത്ര മരണങ്ങൾ. അതിലേറ്റവും കൂടുതൽ മരണപ്പെട്ടത് കുട്ടികളാണ് എന്ന് പത്രമാധ്യമങ്ങൾ നമ്മളോട് പറയും. ആലോചിച്ച് നോക്ക് നിങ്ങൾ. കഴിഞ്ഞ ഈ 14-ാം തീയതിത്തെ പത്രത്തിലെ കുട്ടികളുടെ ഫോട്ടോ അടക്കം കൊടുത്തിട്ട് പറഞ്ഞു, തെരുവിലേക്ക് ഇറങ്ങി, അച്ഛനില്ല, അമ്മയില്ല, കഴിക്കാൻ ഭക്ഷണ സാധനങ്ങളില്ല, തെരുവിലിറങ്ങി നടക്കുന്ന പിഞ്ചു കുട്ടികളെ ഫോട്ടോ മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. ആഹാരമില്ല, ആഹാരത്തിന് വേണ്ടി തെരുവ് പട്ടികളെ പോലെ അടികൂടുന്ന കുഞ്ഞുമക്കൾ. അത് പത്രം പറഞ്ഞത് ഇങ്ങനെയാണ്, തെരുവ് പട്ടികളെ പോലെ ഭക്ഷണത്തിന് വേണ്ടി അടികൂടുന്ന ജനങ്ങൾ. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രയാസങ്ങൾ അവിടെ അനുഭവിക്കുന്നു. ഭക്ഷണമില്ല, എങ്ങനെ ജീവിക്കും കുട്ടികൾ? വിദ്യാഭ്യാസമില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല, വീടില്ല, തെരുവിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ആരോഗ്യമുള്ള, ഭക്ഷണമില്ലാതെ എവിടുന്ന ആരോഗ്യം ഉണ്ടാവുക? പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, പത്രമാധ്യമങ്ങളിൽ വന്ന കുട്ടികളുടെയും ആരോഗ്യമുള്ള ഫോട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, വിഷമം. ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞവർക്കേ പരക്ലേശം അറിയുന്നു. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അറിയുന്ന കുട്ടികൾ, നമ്മളെ കുട്ടികൾ എത്ര പേരുണ്ട്? ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര പേരുണ്ട്? അവർക്ക് അറിയുന്നില്ല എന്നാ ദാരിദ്ര്യം. ഞങ്ങളെ കുട്ടികളെ അറിയിക്കാറുണ്ടോ ദാരിദ്ര്യം എന്നുള്ളത്? ആലോചിച്ചു. തണുപ്പ് കാലമല്ലേ, ഞാനൊക്കെ അമ്മയുടെ കൂടെ ചപ്പ് പാരാൻ പോയിട്ടുണ്ട്. എത്ര വീട്ടിൽ നിന്ന് ചപ്പ് കത്തിക്കുന്നവരുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ചപ്പ് കത്തിച്ചിട്ട് അതിന് ചുറ്റും ചൂടിക്കിടക്കുന്ന കാലമായിരുന്നില്ലേ നമ്മുടെയൊക്കെ ചെറുപ്പകാലം? അടുപ്പിന് ചുറ്റും കുത്തിയിരുന്നിട്ട് തീ കായുന്ന ആ കാലമൊക്കെ പോയില്ലേ? അപ്പോൾ പിഞ്ചുകുട്ടികൾ ആരോഗ്യത്തോടു കൂടി വളരേണ്ടവരാണ്. അവർക്ക് ദാരിദ്ര്യം എന്നത് അറിയാൻ പാടില്ല. നല്ലവരായി വളർത്തിയെടുക്കണം ഇവിടെയുള്ള എല്ലാവരും എന്നുള്ളൊരു സൂചന ഗാസയിലെ കുട്ടികളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടുത്തെ അമ്മമാരോട് പറയുകയാണ്. ന്യൂഡ്രീംസിലെ കുട്ടികളാണ്, അവിടെ നിന്ന് വളർന്നവരാണെന്ന് പറയും. കൂടാളി ഹൈസ്കൂളിലെ 10-ാം ക്ലാസ്സിലെ കുട്ടികളോട് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ കൂടാളി സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞ ഇൻ്റർവ്യൂവിന് പോയ ചോദ്യമൊന്നും ചോദിക്കില്ല, നിങ്ങളെ അങ്ങ് വിടുവയ്യ. അങ്ങനെയൊരു കാലഘട്ടം കൂടാളി ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട ചാക്കീരി അഹമ്മദ് കുട്ടി ട്രോഫി മേടിച്ച കേരളത്തിലെ നമ്പർ 1 സ്കൂളായിരുന്നു കൂടാളി ഹൈസ്കൂൾ എന്നുള്ള കാര്യത്തിൽ. അവിടെയൊക്കെ ഒരു ജോലി ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ട് എനിക്ക് മെച്ചമില്ലെങ്കിലും നല്ലൊരു ഹൈസ്കൂളിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞുവെന്ന് ഉള്ള കാര്യത്തിൽ കൃതാർത്ഥനാണ്, സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞത്, പണ്ടൊക്കെ പെൺകുട്ടികളെ ചെറിയൊരു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ആരും പഠിക്കാൻ പറഞ്ഞയക്കില്ല. അടുക്കളയിൽ
ജീവിതം ഹോമിക്കപ്പെടേണ്ടവരായിട്ട് മാറുന്നവരായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുരോഗമിച്ചു വരുന്നത് പെൺകുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പത്രത്തിൽ വരുന്ന ഡോക്ടറേറ്റ് കിട്ടിയതും റാങ്ക് കിട്ടിയതുമായ ഫോട്ടോ വരുന്നത് തികച്ചും ഒരു 99% പെൺകുട്ടികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പെൺകുട്ടികളെ വളർത്തിയെടുക്കണം. മുസ്ലിം സമുദായത്തിൽ സംവരണം വന്നു, പിന്നെ അവർക്ക് സ്കോളർഷിപ്പുകൾ വന്നു, അവർ പഠനത്തിൽ മെച്ചപ്പെട്ടു തുടങ്ങി. പണ്ടൊക്കെ മാമ്പേന്ന് 4ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പറഞ്ഞയക്കില്ലായിരുന്നു. ഇന്ന് മുസ്ലിം സ്കോളർഷിപ്പൊക്കെ മേടിച്ച് കാർ ഓടിച്ച് പോകുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്നോട് സുനിൽകുമാർ പറഞ്ഞിരുന്നു കുറച്ച് നീട്ടിക്കൊണ്ടു പോകണം പിന്നെ എന്നുള്ള കാര്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയാൻ വേണ്ടി തിരിഞ്ഞത്. അതുകൊണ്ട് പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള പൗരന്മാരായി ഇവിടുത്തെ കുട്ടികൾ വളരണം. നല്ല വ്യായാമത്തോടു കൂടി നല്ല ഡാൻസൊക്കെ ചെയ്ത് നല്ലവരായി മാറണമെന്ന് അനുഗ്രഹിച്ചുകൊണ്ടും എനിക്ക് ഇതിന് അവസരം തന്ന രഘുത്തമനെയും കൂട്ടുകാരുടെയും ഞാൻ എൻ്റെ വാക്കുകളിൽ പറയാൻ പറ്റുന്നതല്ലാതെ ഇന്ന് രാവിലെ പ്രാദേശിക വാർത്തയിൽ നമ്മുടെ കണ്ണൂരിൻ്റെ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉണ്ടായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ മലയാളക്കരയിൽ തന്നെ ആയിരിക്കണം എനിക്ക് ജന്മം, ഇനിയൊരു ജീവിതം തരുമോ എന്ന് ഉള്ള ഒരു പാട്ട് അദ്ദേഹം പാടിയതായിട്ട് ഞാൻ വരികൾ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ തന്നെ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ആകണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എന്തോ ആവട്ടെ, ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജനിക്കുവാനും ഇവിടെ ജീവിക്കുവാനും പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാനും കഴിഞ്ഞത് നമ്മുടെയൊക്കെ മഹാഭാഗ്യമാണെന്ന് കരുതാം. എനിക്ക് തന്ന അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഈ ന്യൂ ഡ്രീംസ് ക്ലബിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിനായി മുതിർന്ന ഉപദേശക സമിതി അംഗം രഘു KPR ക്ഷണിക്കുകയാണ്. രഘുവേട്ടന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് വൈകി വന്നത്. നമ്മൾ 7 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കേണ്ടതായിരുന്നു. 8 മണിക്കാണ്. 1 മണിക്കൂർ അങ്ങോട്ട് പോയി. കുറേ പരിപാടികളുണ്ട് കുട്ടികൾക്ക്, കുറേ നൃത്തങ്ങളും എല്ലാം നല്ല നല്ല പരിപാടികൾ കുറേ ഉണ്ട്. ഓക്കെ, രഘുവേട്ടനെ ക്ഷണിക്കാം. ഇന്ന് നമ്മൾ ന്യൂ ഡ്രീംസ് ക്ലബിൻ്റെ 8ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതുപോലെ പുതുവർഷ പിറവി വരവേറ്റുകൊണ്ടുള്ള ഒരു പരിപാടി കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നല്ല ഒരു കൊല്ലം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഇവിടെ വിശിഷ്ടാതി എത്തിയ നമ്മുടെ വത്സരാജൻ മാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പ്രദേശത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരിക്കുകയായിരുന്നു. പലയേരി അമ്പലം നമുക്ക് സമ്മാനിച്ച ഒരു വലിയൊരു സമ്മാനമാണ് വത്സരാജൻ മാഷ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ അദ്ദേഹം ഇല്ലാത്ത പരിപാടി ഇപ്പോൾ ഇവിടെയില്ല. നമ്മൾക്ക് അങ്ങേയറ്റം ഉപകാരപ്രദമായ പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം. മാത്രമല്ല അവരുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഈ കറിയിൽ ഉപ്പിടുന്ന പോലെയുള്ള ഒരു സംഭവമായിട്ടുണ്ട് വത്സരാജൻ മാഷ് ഈ ഏരിയയിൽ. അത്രക്കും പ്രാധാന്യമുണ്ട് അദ്ദേഹം. അപ്പോൾ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. വൈകിയതുകൊണ്ട് ഇനിയിപ്പോഴും കുട്ടികളെല്ലാം ഡാൻസിനും കലാപരിപാടികളും നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് നന്ദിയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഡ്രീംസ് ക്ലബിൻ്റെ മുതിർന്ന ഉപദേശക സമിതി അംഗം NV വത്സരാജൻ മാസ്റ്ററെ
നമ്മുടെ സ്വപ്നവേദിയിൽ പൊന്നാടി അണിയിച്ചാതിരിക്കുകയാണ്. മാഷെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അതേപോലെ ആദരിക്കുന്നത് നമ്മുടെ മുതിർന്ന ഉപദേശക സമിതി അംഗം രഘു KPR, നമ്മുടെ പ്രസിഡന്റ് ശ്രീജ സുരേന്ദ്രൻ എന്നിവരെ ക്ഷണിക്കുകയാണ് മാഷെ ആദരിക്കുന്നതിനായി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണോ? മൂന്ന് വർഷം നമുക്കും നമ്മുടെ കുട്ടികൾക്കും നല്ല നല്ല ഉപദേശങ്ങൾ നൽകി നമ്മളെ എപ്പോഴും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ കുടുംബസംഗമങ്ങളും എല്ലാത്തിലും പങ്കെടുത്ത ബഹുമാനപ്പെട്ട മാഷ് ഡ്രീംസ് ക്ലബിൻ്റെ ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. അടുത്തതായി USS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ അനോക്കി സജിത്ത് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും നല്ലൊരു കൈയ്യടി ആ കുട്ടിക്ക് നൽകുക. ഇത് നൽകുവാനായി വത്സൽ മാസ്റ്ററെ മൊമെന്റോ നൽകുവാനായി വത്സൽ മാസ്റ്ററെ ക്ഷണിക്കുകയാണ്. അന്നോക്കിക്ക് മാഷ് നൽകുകയാണ്. ഡ്രീംസ് ക്ലബിന്റെ നന്ദി അറിയിക്കുകയാണ്. ന്യൂ ഡ്രീംസ് ക്ലബിൻ്റെ ഒരു അംഗമായതിന് ഭയങ്കര സന്തോഷമാണ്. മൂത്ത വഴിയാണ് ഞാൻ ഈ ഡാൻസ് ഒക്കെ വഴിയാണ് ഈ ന്യൂ ഡ്രീംസ് ക്ലബിൻ്റെ അംഗമായത്. ഭയങ്കര സന്തോഷം എന്നെ അനുമോദിച്ചത് എല്ലാത്തിനും. ആൻഡ് ന്യൂ ഡ്രീംസ് ക്ലബിൻ്റെ അംഗമായതിന് എന്നെ ഭയങ്കര സന്തോഷം. താങ്ക്സ്. അത്ര പറയുന്നു. അടുത്തതായി ഋതിക ബാബു. ഋതിക ചെറിയ സുഖമില്ലാതൊന്ന് പനിയായതുകൊണ്ട് ആ കുട്ടിക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബാബുവേട്ടൻ എവിടെ ഉണ്ടോ? ബാബുവേട്ടനുണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരിക. ബാബുവേട്ടൻ ഇവിടെ ഇല്ല. അടുത്തതായി ഓടത്തിൽ പീടിക മുത്തപ്പൻ ക്ഷേത്രം മടയനായിരുന്ന എടക്കണ്ടി ലക്ഷ്മണേട്ടൻ്റെ ഓർമ്മയ്ക്കായി മകൻ അജിത്ത് ഇവിടെ ഒരു സമ്മാനം നമ്മുടെ നൃത്താധ്യാപക ലയ രാകേഷിന് നൽകുവാനും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ പരിപാടികളും അജിത്ത് യൂട്യൂബിലൂടെയും എല്ലാം കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ നൃത്താധ്യാപകർക്ക് നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സമ്മാനം പ്രസിഡന്റ് ലയ രാകേഷിന് നൽകുകയാണ്. ഒരിക്കൽ കൂടി സമയം ഇല്ല, കുറേ പരിപാടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കൂടുതൽ പരിപാടികളുണ്ട്. നന്ദി പ്രസംഗത്തിനായി വൈസ് പ്രസിഡന്റും നൃത്താധ്യാപികയുമായ ലയ രാകേഷിനെ ക്ഷണിക്കുകയാണ്.
ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. പ്രിയ ന്യൂട്രിയൻസ് കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, നമ്മുടെ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത വത്സൽ മാസ്റ്റർ, നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തേണ്ടിയിരുന്ന മനീഷ് മാമ്പ അഞ്ചരക്കണ്ടി മെമ്പർ എത്താൻ കഴിയാത്തതിൽ അവർക്കുള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. 8 വർഷത്തോളമായി നമ്മളോടൊപ്പം സഞ്ചരിച്ച് പോരുന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ പരിപാടിക്ക് ശബ്ദവും വെളിച്ചവും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മിഥുൻ ലൈറ്റ് ആൻഡ് സൗണ്ട്സിൻ്റെ അവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇത്രയും കാലമായിട്ട് ഗാനങ്ങൾ പരിശീലിപ്പിക്കാൻ നേതൃത്വം നൽകിയ രഘുവേട്ടനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതിന് നമുക്ക് അവസരം ഒരുക്കി തന്ന വിഘ്നരാജേട്ടനും പരിശീലനത്തായി സൗകര്യം ഒരുക്കി തന്ന സുനിയേട്ടനും അവർക്കുള്ള നന്ദി ഞാനിവിടെ അറിയിക്കുന്നു. പിന്നെ പ്രത്യേകം പരിശീലനങ്ങൾക്കായി കുട്ടികളെ അയച്ചു തന്ന രക്ഷിതാക്കൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ക്ലബിൻ്റെ പരിപാടിക്ക് വിജയത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂട്രിയൻസ് ക്ലബ് ജൂനിയേഴ്സിനുള്ള നന്ദിയും അറിയിക്കുന്നു. പരിപാടി നടത്തുന്നതിന് വേണ്ടി സ്ഥലം വിട്ടു തന്ന റിനുവേട്ടനും കുടുംബത്തിനും ഈ അവസരത്തിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും കഴിഞ്ഞ വർഷം എല്ലാ വർഷവും കൊടുക്കുന്നതാണ്. പോപ്പുലർ റീജിയണൽ മാനേജർ പ്രേംലാലാണ് സമ്മാനങ്ങൾ കുട്ടികൾക്കായി ഇവിടെ നൽകുന്നത്. ഈ വേദി കലാപരിപാടികൾക്കായി ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ്.